ഹായ് ഗൈസ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ആക്ട് വിത്ത് മഹി. അപ്പോൾ ഈ ഡയലോഗ് ഞാൻ പറഞ്ഞിട്ട് ഇപ്പം 3 മാസം ആവുകയാണ്. നമ്മൾ 3 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. സോ എന്താണെങ്കിലും വി ആർ ബാക്ക്. അപ്പോൾ എനിക്കെന്നെ 400ഓളം വരുന്ന വ്യൂവേഴ്സിനൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല. സോ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ബാറ്റ്മാൻ വീഡിയോ ആയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് ബാറ്റ്മാനെ ഭയങ്കര ഇഷ്ടമാണ്. മാർവലിൽ ബ്ലാക്ക് പാന്തർ, DC-യിൽ ബാറ്റ്മാനുമാണ് എൻ്റെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ. അതിൽ തന്നെ ലുക്ക് വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബാറ്റ്മാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പും പറഞ്ഞിട്ടുണ്ട്, റോബർട്ട് പാറ്റിൻസൻ്റെ ബാറ്റ്മാനാണ്. പക്ഷേ നമ്മളിത് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത് റോബർട്ട് പാറ്റിൻസൻ്റെ ഹെൽമെറ്റ് അല്ല. നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു ഹെൽമെറ്റ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ആർമഡ് ബാറ്റ്മാൻ ഹെൽമെറ്റ് പ്രിൻ്റ് ചെയ്തു. ഇത് നമ്മുടെ 3ാമത്തെ ബാറ്റ്മാൻ ഹെൽമെറ്റാണ്. സോ നമ്മളിന്ന് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത് ബെൻ അഫ്ലെക്കിൻ്റെ ബാറ്റ്മാൻ ഹെൽമെറ്റാണ്. അതായത് നമ്മുടെ ഡോൺ ഓഫ് ജസ്റ്റിസിലും അതുപോലെ തന്നെ ജസ്റ്റിസ് ലീഗ് മൂവിയിലൊക്കെ വന്ന നമ്മുടെ സ്പൈഡറിൻ്റെ ചിന്തയിലുള്ള ബാറ്റ്മാൻ സ്യൂട്ട്, അതിലെ ഹെൽമെറ്റ്, അതാണ് നമ്മളിന്ന് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല, പരിപാടി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഫയൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന പതിപോലെ നമ്മുടെ ഡൂ 3D എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് തന്നെയാണ്. കിടിലൻ സൈറ്റാണ്, എല്ലാം നല്ല നീറ്റ് ഫയൽസാണ്, പക്ഷേ കുറച്ച് പൈസ ഒന്നുള്ളൂ. സോ എന്താണെങ്കിലും നമുക്ക് ആദ്യം തന്നെ ആ ഫയൽ അങ്ങ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മൾ ഡൂ 3Dയുടെ ബാറ്റ്മാൻ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ബാറ്റ്മാൻ ഹെൽമെറ്റ് ഉണ്ട്. ബാറ്റ്മാൻ അർക്കൻ നൈറ്റ് ഗെയിം, ബാറ്റ്മാൻ ബിയോണ്ട് ദ ഡാർക്ക് നൈറ്റ് ഹെൽമെറ്റ്, ഇങ്ങനെ പല ടൈപ്പ് ഫയൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു ഫയലുണ്ടായിരുന്നേ, അതേ ഈ കിടക്കണുണ്ടോ, പ്ലെയിൻ ബാറ്റ്മാൻ ജസ്റ്റിസ് ലീഗ് കൗൾട്ടും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന സംഭവം. ഇത് നിങ്ങൾ വാങ്ങരുത്. ഇതെന്നെ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. ഒറ്റ പീസാണ്. അപ്പോൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ തലയിൽ കയറില്ല. എന്തുകൊണ്ട് അവരത് ഇങ്ങനെ ഇട്ടേക്കണമെന്ന് അറിയില്ല. അബദ്ധത്തിൽ പോലും വാങ്ങരുത്. ഞാൻ വാങ്ങി എൻ്റെ പൈസ പോയാണ്. സോ അതല്ല നമ്മൾ വാങ്ങേണ്ട ഫയല്. അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് പോവുക. മുകളിൽ പോയി കഴിയുമ്പം ഈ കിടക്കണുണ്ടോ 2023 ഫ്ലാഷ് ഹെൽമെറ്റ് എന്ന് പറഞ്ഞ്, അതായത് ഫ്ലാഷ് സിനിമയിലെ ബാറ്റ്മാൻ ഒരു പ്രത്യേക ടൈപ്പ് കൂളിംഗ് ഗ്ലാസ് പോലെ ഒരു സംഭവമൊക്കെ വെച്ചൊരു ഹെൽമെറ്റും വെച്ചോണ്ട് വന്നായിരുന്നു. സംഭവം സെയിം ഹെൽമെറ്റാണ്. അവരതിനകത്തേക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ അവർ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് വെയറബിൾ ഫയലാണ്. മറ്റേത് പ്രിൻ്റ് ചെയ്യാൻ തലയിൽ വെക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് തലയിൽ വെക്കുന്ന ഹെൽമെറ്റ് വേണമെങ്കിൽ ബെൻ അഫ്ലെക്ക് ബാറ്റ്മാൻ 2023 ദ ഫ്ലാഷ് ഹെൽമെറ്റ്, ആ സംഭവമേ ഡൗൺലോഡ് ചെയ്യാവും. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആദ്യം ഇവർ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച സംഭവമാണ് വെച്ചത്. അത് ഭയങ്കര മെനകേടാണ്. പക്ഷെ അങ്ങനെ അല്ല, അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ സെപ്പറേറ്റ് പീസാണ്. അത് നിങ്ങൾ പ്രിൻ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി. ഇതാണ് നമ്മുടെ ഫയല്. അപ്പോൾ ഈ ഫയല് നമ്മളങ്ങോട്ട് പർച്ചേസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫയല്. നമ്മൾ അൾട്ടിമേറ്റ് ക്യൂറയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല ഫയലാണ്, നല്ല ഡീറ്റെയിൽഡ് ഫയലാണ്. അപ്പോൾ ഈ ഫയൽ നമുക്കൊരു കുറച്ച് സൈസ് കൂട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു യൂണിഫോം സ്കെയിലിങ്ങിൽ 105 കുറച്ചുകൂടി സൈസ് വലുതാക്കി 105ലാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരെ പ്രിൻ്റ് കൊടുക്കരുത്, കാരണം ഒരുപാട് ഫിലമെൻ്റൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ നമ്മളത് പതുക്കെ കിടത്തും. സ്നാപ്പ് റൊട്ടേഷൻ ഓഫ് ചെയ്തിടുക. അതിനുശേഷം പതുക്കെ ഇങ്ങനെ കണ്ടാൽ അതിൻ്റെ അർത്ഥം ഇത് പ്രിൻ്റ് ആവില്ല എന്നാണ്. കാരണം നമ്മുടെ പ്രിൻ്ററിനേക്കാളും സൈസ് ഉണ്ടെന്നാണ്. പക്ഷേ അത് നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ശരിയാക്കാവുന്നുള്ളൂ. ഇതിങ്ങനെ പതുക്കെ തിരിച്ച് കഴിയുമ്പോൾ യെല്ലോ കളറായി എന്ന് വെച്ചാൽ ഇത് പ്രിൻ്റബിൾ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഈ റെഡ് കളർ കാരണം ഭാഗമെല്ലാം സപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്ന പോർഷൻസാണ്. അപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ അറിയാം ഇതിന് എവിടെയൊക്കെ സപ്പോർട്ട് വേണമെന്നുള്ളത്. കാരണം എയറിൽ ഇങ്ങനെ സസ്പെൻഡ് ആയിട്ട് ഇരിക്കുന്ന പോർഷൻസിനാണ് സപ്പോർട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നും സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇവിടെ പ്രിൻ്റ് ആകുമ്പോൾ ചിലപ്പം ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണെങ്കിലും സപ്പോർട്ട് വേണം. ബോട്ടം പോർഷൻ ഫുൾ സപ്പോർട്ട് വേണം. പക്ഷേ ഈ ഉള്ളിൽ ഇത്രയും വരുന്ന പോർഷൻ സപ്പോർട്ട് വേണ്ട. അതില്ലെങ്കിലും ആ റൗണ്ട് പോർഷൻ ആയതുകൊണ്ട് അതങ്ങ് ചേർന്ന് നോക്കോളും. അത് നമ്മൾ കുറച്ച് നാൾ പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ സപ്പോർട്ടില്ലെങ്കിലും പ്രിൻ്റ് ആവുന്നുള്ള. അവിടെയൊക്കെ സപ്പോർട്ട് കൊടുത്താൽ ഒരുപാട് ടൈം പോകും. അപ്പോൾ നമ്മളവിടെ ഒരു സപ്പോർട്ട് ബ്ലോക്കർ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ എന്തായാലും സപ്പോർട്ട് വേണം. അപ്പോൾ അവിടെ ഒന്നും സപ്പോർട്ട് ബ്ലോക്ക് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് കുറച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുറച്ച് ടൈം എടുക്കും. ഇത് ഫൈനലൈസ് ചെയ്യാൻ എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. സോ നമ്മൾ സ്ലൈസ് ചെയ്യുകയാണ്, ഫയൽ സ്ലൈസ് ചെയ്യുക.
അപ്പം അതൊക്കെ സ്ലൈസിങ്ങിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ അതിലൊരു വലിയ വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. സോ ഈ ഒരു രീതിയിൽ പ്രിൻ്റ് ചെയ്യണമായിരിക്കും ഏറ്റവും എക്കണോമിക്കൽ. ഫിലമെൻ്റ് ലാഭിക്കാം, സമയം ലാഭിക്കാം. സമയം എന്ന് പറഞ്ഞാൽ എന്താണേലും 3 ദിവസം മേലെ എടുക്കും, 2-3 ദിവസമെങ്കിലും എടുക്കും. പക്ഷേ അവിടെയൊക്കെ ഫുള്ള് സപ്പോർട്ട് കൊടുത്താൽ ഈ 3 ദിവസം എന്നുള്ള 4 ദിവസം 5 ദിവസം 6 ദിവസമൊക്കെ പോകും. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനുള്ള മെത്തേഡാണിത്. സോ നമ്മുടെ പ്രിൻ്റ് ടൈം വന്നിട്ടുണ്ട് 2 ദിവസം 13 മണിക്കൂർ 59 മിനിറ്റ്. 2 ദിവസം 14 മണിക്കൂറും കൊണ്ട് നമ്മുടെ പ്രിൻ്റ് കംപ്ലീറ്റ് ആവുന്നതാണ് സോഫ്റ്റ്വെയർ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രിവ്യൂ അടിച്ച് കഴിഞ്ഞാൽ കാണാം എനിക്ക് എവിടെയൊക്കെയാണ് സപ്പോർട്ട് വന്നേക്കണേന്നുള്ളത്. സോ ഇതിൻ്റെ ഇവിടെയൊക്കെ സപ്പോർട്ടുണ്ട്, അവിടെ എല്ലാം വേണം. സെൻറ്ററിൽ നമ്മൾ സപ്പോർട്ട് ബ്ലോക്കർ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ അവിടെ സപ്പോർട്ടൊന്നുമില്ല. അപ്പോൾ 2 ദിവസം 14 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഹെൽമെറ്റിൻ്റെ മെയിൻ പോർഷൻ പ്രിൻ്റ് ആവും. അപ്പോൾ നമുക്കിനി നേരെ ഇത് പ്രിൻ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ ബാക്ക് ഫ്ലഗ് ഹെൽമെറ്റിൻ്റെ പ്രിൻറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. 2 പീസാണ് നമ്മുടെ ഹെൽമെറ്റിലുള്ള. ഇത് മെയിൻ പോർഷൻ, ഇത് അതിൻ്റെ ബാക്കിൽ തന്നെ ഒരു പോർഷനാണ്. സോ ഇത് ഇങ്ങനെ ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള പരിപാടികൾ സെറ്റപ്പ് ഉണ്ട്. സോ ഇതിൽ കൂടെയൊക്കെ നിറയെ കാന്തം വെക്കാനുള്ള ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കറിയാം ഡെഡ്പൂളിൻ്റെ ഹെൽമെറ്റിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യണമെന്ന്. സോ കാന്തം വെക്കുക, ജസ്റ്റ് വെക്കാനേ ഉള്ളൂ. പിന്നെ പെയിൻറ്റ് ജോബ് ആണെങ്കിൽ എളുപ്പമാണ്, ആകെ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എളുപ്പമുള്ളൊരു ഹെൽമെറ്റാണ്. എന്താണെങ്കിലും ഞാൻ ഇതൊന്ന് വെച്ച് കാണിക്കാം. ഇത് ഒരിക്കലും എനിക്ക് ഫിറ്റാകുന്ന കരുതി ഞാൻ ചെയ്തതല്ല, പക്ഷേ ഇത് കറക്റ്റ് ഫിറ്റാണ്. കണ്ടോ, ലേശം ടൈറ്റാണെന്ന് വെച്ചാൽ ലേശം, വളരെ ലേശം. പക്ഷേ അറിയാമല്ലോ, ബാറ്റ്മാൻ്റെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ആ ജോബ് പോർഷനൊക്കെ കറക്റ്റായിരിക്കണം. അതെല്ലാം കറക്റ്റായി തന്നെ വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മുടിയൊക്കെ ഉള്ള ബാറ്റ്മാൻ. സോ പരിപാടി കഴിഞ്ഞിട്ടില്ല, ഇനി ഇത് നന്നായിട്ട് സാൻഡ് ചെയ്യാനുണ്ട്. ജസ്റ്റ് പ്രിൻ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളൂ, അതിൻ്റേതായ പല പ്രശ്നങ്ങളും ഉണ്ട്. സാൻഡ് ചെയ്യാനുണ്ട്, ഇച്ചിരി പുട്ടിയൊക്കെ ഇടാനുണ്ട്. സോ നമുക്ക് നേരെ സാൻഡിങ് പോർഷനിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ 3ാമത്തെ ബാറ്റ്മാൻ പ്രൊജക്റ്റും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല കിടുവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ അതിനകത്ത് അത്രയും പണിയെടുത്തിട്ടുണ്ട്. ഒരുപാട് തവണ പുട്ടിയിട്ട് സാൻഡ് ചെയ്ത് കളഞ്ഞ് പെയിൻറ്റ് ചെയ്ത് 2-3 തവണ അങ്ങനെ പെയിൻറ്റ് ചെയ്താണ് ഈ ഫിനിഷിലേക്ക് വന്നത്. ഇപ്പോൾ ലെയർ ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. മാറ്റ് ബ്ലാക്ക് അടിച്ചപ്പോൾ നല്ല കിടിലും ഫിനിഷിലാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ വേണേൽ ക്ലോസപ്പിലൊന്ന് കാണിച്ചു തരാം. കണ്ട,
പിന്നെ നിങ്ങൾ എൻ്റെ മുഖത്ത് ചെറിയൊരു ചേഞ്ച് കാണുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് താടി ട്രിം ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് ഗൈസ്. ചെറിയ വൃത്തികേടാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതിന് മുമ്പത്തെ 2 ബാറ്റ്മാൻ വീഡിയോയിലും താടിയുള്ള ബാറ്റ്മാനാണെന്ന് പറഞ്ഞ് കുറേ പേർക്ക് പരാതിയായിരുന്നു. സോ അതൊന്ന് പരിഹരിക്കാനായിട്ടാണ് നമ്മൾ ഈ കടിഞ്ചേ ചെയ്തത്. കുറച്ച് ഷോക്കായിപ്പോയി, അതിനോ ഫുള്ള് കളഞ്ഞില്ല കേട്ടോ. ഫുള്ള് കളഞ്ഞാൽ ഇതിലും ഷോക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഹെൽമെറ്റ് ഒന്ന് വെച്ച് കാണിക്കാം നിങ്ങൾക്ക്. ഇത് നമ്മുടെ ബാക്ക് പീസാണ്. ഇങ്ങനെ ബാക്കിലും വെക്കുക. സോ എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയായിട്ടില്ലേ? എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി. നല്ല കറക്റ്റ് ഫിറ്റാണ്, കാണാനും അടിപൊളിയാണ്. കറക്റ്റ് ഏകദേശം ആ സിനിമയിലൊക്കെ ഒരു ലുക്കുണ്ട്. നമുക്ക് പിന്നെ ബെൻ അഫ്ലെക്കിൻ്റെ ലുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്രയൊക്കെ ഒരു സെറ്റപ്പേ വരുള്ളൂ. അപ്പോൾ ഗൈസ്, അങ്ങനെ നിങ്ങൾക്ക് പോണിറ്റേലിലുള്ള ബാറ്റ്മാനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ മുടി ഇങ്ങനെ മൊത്തം സ്പ്രെഡായി കിടക്കണോണ്ട് അതൊന്ന് കെട്ടിവെച്ചാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ 3 ബാറ്റ്മാൻ ഹെൽമെറ്റുകൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി എന്താണ് ഞാൻ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ സജഷൻസിൽ നിന്നാണ് നമ്മൾ മിക്കവാറും ഐഡിയാസൊക്കെ എടുക്കാറുള്ളത്. സോ ഞാൻ ഇതുവരെ എടുക്കുന്ന എഫേർട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കൈൻഡ്ലി കൺസിഡർ സബ്സ്ക്രൈബിങ്. സൂപ്പർ ഹീറോസിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള 3D പ്രിൻറ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ വീഡിയോ അയച്ചു കൊടുക്കുക. അത്രയൊക്കെ പറയാനുള്ളൂ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.